ഗുഡ് മോർണിംഗ് എവരി വൺ. അപ്പം കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ ഹാർട്ടിനെ പറ്റിയിട്ട് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇന്ന് നമുക്ക് ഡബിൾ സർക്കുലേഷൻ അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ ഹാർട്ടിലുള്ള ആ ഒരു സർക്കുലേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ഫിഷസിൽ എങ്ങനെയാണ് സർക്കുലേഷൻ നോക്കാം. നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും ഒരേപോലെയല്ല ഹാർട്ടിൻ്റെ ചേമ്പേഴ്സ് ഉള്ളത് അല്ലേ. ഫിഷസിൻ്റെ കേസിലാണെങ്കിൽ 2 ചേമ്പേഴ്സാണ്. അതേപോലെ തന്നെ നമ്മുടെ ആംഫീബിയൻസ് അഥവാ റെപ്റ്റൈൽസിൻ്റെ ഒക്കെ കേസിലാണെങ്കിൽ അവിടെ എന്താണ് 3 ചേമ്പേഴ്സാണ്. അതേപോലെ തന്നെ ബേർഡ്സിൻ്റെ കേസിൽ, മാമൽസിൻ്റെ കേസിൽ, ഇൻ ദ കേസ് ഓഫ് ഹ്യൂമൻ ബീങ്സ് 4 ചേമ്പേഴ്സാണെന്ന് അറിയാം. അപ്പോൾ ഇവിടെ സർക്കുലേഷൻ എങ്ങനെയാണ് നടക്കുന്നത് നോക്കാം. ഇവിടെ ഫിഷസിൻ്റെ കേസിലാണെങ്കിൽ സിംഗിൾ സർക്കുലേഷനാണ് നടക്കുന്നത്. അതായത് നേരെ എന്താ ചെയ്യുന്നത്, ഗിൽസിലേക്ക് ഓക്സിജൻ എൻ്റർ ചെയ്യുന്നു, അവിടെ നിന്ന് ബോഡി പാർട്സിലേക്ക് എത്തുന്നു അല്ലേ. ബോഡിയിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് പ്രോസസ്സിലൂടെ കിട്ടുന്നു, ദെൻ അത് നേരെ ഗിൽസിലൂടെ പുറത്തോട്ടേക്ക് പോകുന്നു. അതായത് ഒരു വെയിനും ഒരു ആർട്ടറിയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ വേറൊരു സർക്കുലേഷൻ നടക്കുന്നില്ല. ഒറ്റ തവണയാണ് ബ്ലഡ് ഫ്ലോ ചെയ്ത് പോകുന്നത്, സപ്ലൈ ചെയ്യുന്നത് അല്ലേ. അതായത് വൺസ് ആണ്. പക്ഷേ ഇവിടെ എന്ന് വെച്ചാൽ ഇവിടെ എന്തല്ല, നമ്മുടെ കേസിൽ ആംഫീബിയൻസിൻ്റെ കേസിലായാലും മാമൽസിൻ്റെ കേസിലായാലും ഡബിൾ സർക്കുലേഷനാണ് നടക്കുന്നത്. 2 തവണ എന്ത് ചെയ്യുന്നുണ്ട്, ഹാർട്ടിലൂടെ ബ്ലഡ് പമ്പ് ചെയ്യുന്നുണ്ട് അല്ലേ, ബ്ലഡ് സപ്ലൈ നടക്കുന്നുണ്ട്. അതായത് ട്വൈസ് ആണ്, 2 തവണയാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ഡബിൾ സർക്കുലേഷൻ എന്ന് പറഞ്ഞത്. ഓക്കെ, ഡബിൾ സർക്കുലേഷൻ കംപ്ലീറ്റ് സെപ്പറേഷൻ ഓഫ് ബ്ലഡ് സ്ട്രീം സപ്പോർട്ട് ദ ഹൈ എനർജി ഡിമാൻഡ് ആക്റ്റീവ് ടെമ്പറേച്ചർ റെഗുലേഷൻ. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ബ്ലഡ് സപ്ലൈ ട്വൈസ്. ഓക്കെ, നമുക്ക് 2 തവണയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ബ്ലഡ് സപ്ലൈ നടക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ ഡബിൾ സർക്കുലേഷൻ എന്ന് പറയുന്നത്. ആംഫീബിയൻസ് റെപ്റ്റൈൽസിൻ്റെ കേസിൽ ഒരു എക്സെപ്ഷണൽ കേസാണ്. എല്ലാ റെപ്റ്റൈൽസിലും പെട്ടതല്ല ക്രൊക്കഡൈലിൻ്റെ കേസിൽ 4 ചേമ്പേഴ്സാണ്. ബാക്കിയുള്ളവരുടെ കേസിലും 3 ചേമ്പേഴ്സാണ്. ഓക്കെ, അപ്പോൾ ഇവർക്കുള്ളത് ആംഫീബിയൻസിൻ്റെ കേസിലാണെങ്കിൽ ഇവിടെ ഒരു വെൻട്രിക്കിളും 2 ആർട്ടറീസാണ് ഉള്ളത്. ഇവിടെ ഓക്സിജനേറ്റഡ് ബ്ലഡും കാർബൺ ഡൈ ഓക്സൈഡ് ബ്ലഡും നമ്മുടെ വെൻട്രിക്കിളിൽ വെച്ചിട്ട് മിക്സ് ആവുന്നുണ്ട്. പക്ഷേ നമുക്കിവിടെ നോക്കിയാൽ അറിയാം, നമ്മുടെ ലങ്സിൽ നിന്നും ഓക്സിജനേറ്റഡ് ബ്ലഡ് ലെഫ്റ്റ് ആട്രിയത്തിലേക്ക് എത്തുന്നു, അവിടെ നിന്ന് ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് എത്തുന്നു, അയോട്ട വഴി ബോഡിയുടെ ഡിഫറെൻറ്റ് പാർട്സിലേക്ക് എൻ്റർ ചെയ്യുന്നു. വീണ്ടും ബോഡിയിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയ ബ്ലഡ് സുപ്പീരിയർ വീനക്കാവ ഇൻഫീരിയർ വീനക്കാവ വഴി റൈറ്റ് ആട്രിയത്തിലേക്ക് എത്തുന്നു, റൈറ്റ് വെൻട്രിക്കിളിലേക്ക് എത്തുന്നു, പൾമണറി ആർട്ടറി വഴി ലങ്സിലേക്ക് എത്തുന്നു അല്ലേ. അപ്പോൾ ഈ ഒരു ഇത് 2 തവണ ഹാർട്ടിലൂടെ ബ്ലഡ് പമ്പ് ചെയ്ത് പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ ഡബിൾ സർക്കുലേഷൻ എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇവിടെ എക്സാമിന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു, വൈ ഇറ്റ് ഈസ് സെപ്പറേഷൻ ഓഫ് ദി റൈറ്റ് സൈഡ് ആൻഡ് ലെഫ്റ്റ് സൈഡ് ഓഫ് ദി ഹാർട്ട് യൂസ്ഫുൾ, ഹൗ ഡസ് ഇറ്റ് ഹെൽപ്പ് എ ബേർഡ് ആൻഡ് മാമൽസ്. അപ്പോൾ ഓക്സിജൻ എൻറ്റേഴ്സ് ദ ബ്ലഡ് ഇൻ ദ ലങ്സ്, ദ സെപ്പറേഷൻ ഓഫ് ദി ചേമ്പേഴ്സ് ഹാർട്ട് പ്രിവെൻറ്റ് ദ മിക്സിംഗ് ഓഫ് ഓക്സിജനേറ്റഡ് ആൻഡ് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ്. Separation allows sufficient supply of oxygen to the body. This is useful in the case of animals like birds and mammals. They use energy to maintain body temperature. അല്ലേ, നമ്മുടെ ബോഡി നമുക്കറിയാം, നമ്മുടെ ഏതൊരു കാലാവസ്ഥയിലായാലും നമ്മുടെ ബോഡി എന്ത് ചെയ്യുന്നുണ്ട്, ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അല്ലേ. പക്ഷേ ബാക്കിയുള്ളവരുടെ കേസിൽ അവർക്ക് ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ ഹാർട്ട് ബീറ്റ് എന്ന് പറയുന്ന പാർട്ട് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഈ പറയുന്ന ഒരു കാർഡിയാക്ക് സൈക്കിളാണ് ഒരു ഹാർട്ട് ബീറ്റ് നടന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് നമ്മുടെ ഹാർട്ട് ഇങ്ങനെ കോൺട്രാക്റ്റ് ചെയ്യുന്നു, റിലാക്സ് ചെയ്യുന്നു, കോൺട്രാക്റ്റ് ചെയ്യുന്നു, റിലാക്സ് ചെയ്യുന്നു അല്ലേ. അത് നടക്കുമ്പോഴാണ് നമുക്കൊരു ഹാർട്ട് ബീറ്റ് നടന്നു എന്ന് പറയാം. അതുതന്നെയാണ് നമ്മൾ പറയുന്നത് ആർട്ടറി. അതായത് നമ്മുടെ ഹാർട്ടിലുള്ള നമ്മൾ പറഞ്ഞു ആട്രിയാസും ഉണ്ട് അല്ലേ, ലെഫ്റ്റും റൈറ്റ് ആട്രിയാസും ഉണ്ട്, അതേപോലെ തന്നെ ലെഫ്റ്റും റൈറ്റും വെൻട്രിക്കിളും ഉണ്ട് അല്ലേ. അപ്പോൾ ഈ ആട്രിയകൾ കോൺട്രാക്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ആട്രിയകൾ കോൺട്രാക്റ്റ് ചെയ്യുന്നതിനെയാണ്, കോൺട്രാക്ഷൻ ഓഫ് ആട്രിയാണ് ആട്രിയൽ സിസ്റ്റോൾ എന്ന് പറയാം. അതേപോലെ തന്നെ വെൻട്രിക്കിളുകൾ കോൺട്രാക്റ്റ് ചെയ്യുന്നതിനെയാണ് വെൻട്രിക്കുലാർ സിസ്റ്റോൾ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇവർ കോൺട്രാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ആട്രിയാസും വെൻട്രിക്കിളും കോൺട്രാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരെന്ത് ചെയ്യും, റിട്ടേൺ ടു ദി പ്രീവിയസ് സ്റ്റേറ്റ് അഥവാ ഒന്ന് റെസ്റ്റ് ചെയ്യും അല്ലേ. ഇങ്ങനെ കോൺട്രാക്റ്റ് ചെയ്യും, റിലാക്സ് ചെയ്യും. ആ റിലാക്സ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡയസ്റ്റോൾ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ വെൻട്രിക്കിളുകളും ആർട്ടറീസും ആട്രിയാസും കോൺട്രാക്റ്റ് ചെയ്യുന്നതിനെ സിസ്റ്റോൾ എന്നും അത് റിലാക്സ് ചെയ്യുന്നതിനെ ഡയസ്റ്റോൾ എന്നും പറയും. ഓക്കെ, ഇനി 1 കാർഡിയാക്ക് സൈക്കിൾ ഈസ് നോൺ ആസ് 1 ഹാർട്ട് ബീറ്റ്. അതാണ് ഒരു കാർഡിയാക്ക് സൈക്കിൾ നടന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അവിടെ
ഒരു ഹാർട്ട് ബീറ്റ് ഉണ്ടായി എന്നാണ്. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഹാർട്ടിനെ പറ്റിയിട്ട്. പിന്നെ നമ്മളവിടെ പഠിക്കുന്നത് നമ്മുടെ ബ്ലഡ് പ്രഷറിനെ പറ്റിയിട്ടാണ്. നമ്മൾ പറഞ്ഞു ഇപ്പോൾ നമ്മുടെ ആർട്ടറീസിൽ സിസ്റ്റോളും ഡയസ്റ്റോളും നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അല്ലേ. അതായത് ആർട്ടറീസും വെൻട്രിക്കിളുകളും കോൺട്രാക്റ്റ് ചെയ്യുന്നുമുണ്ട്, റിലാക്സ് ചെയ്യുന്നുമുണ്ട് അല്ലേ. സിസ്റ്റോളും നടക്കുന്നുണ്ട്, ഡയസ്റ്റോളും നടക്കുന്നുണ്ട്. അപ്പോൾ ആ സിസ്റ്റോൾ നടക്കുന്ന സമയത്ത് ആർട്ടറീസ് പ്രഷർ ഇൻസൈഡ് ദ ആർട്ടറി ഡ്യൂറിങ് വെൻട്രിക്കുലാർ സിസ്റ്റോൾ അല്ലേ. അതായത് സിസ്റ്റോൾ അതായത് വെൻട്രിക്കുലാർ സിസ്റ്റോൾ നടക്കുന്നതിനെയാണ് നമ്മൾ സിസ്റ്റോളിക് പ്രഷർ എന്ന് പറയാം. വെൻട്രിക്കുലർ ഡയസ്റ്റോൾ റെസ്റ്റ് എടുക്കുന്നതിനെയാണ് നമ്മൾ ഡയസ്റ്റോളിക് പ്രഷർ എന്ന് പറയാം. അപ്പോൾ നമ്മുടെ ആർട്ടറിയിൽ ഈ കോൺട്രാക്റ്റും റിലാക്സും നടക്കുന്ന സമയത്ത് ബ്ലഡ് എന്ത് ചെയ്യുന്നുണ്ട്, ഹൈ പ്രഷറിൽ പമ്പ് ചെയ്യുന്നുണ്ട് അല്ലേ. ആ പ്രഷർ പമ്പ് ചെയ്യുന്ന ആ ഒരു പ്രഷർ ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ സിസ്റ്റോളിക് പ്രഷർ എന്ന് പറയാം. ഓക്കെ, അതേപോലെ വെൻട്രിക്കിളുകൾ റിലാക്സ് ചെയ്യും അല്ലേ, ജസ്റ്റ് ഒന്ന് പമ്പ് ചെയ്തിട്ട് പഴയ റിട്ടേൺ ടു ദി പ്രീവിയസ് സ്റ്റേറ്റിലേക്ക് വരും. അതിനെയാണ് നമ്മൾ ഡയസ്റ്റോളിക് പ്രഷർ എന്ന് പറയാം. അപ്പോൾ നമ്മൾ ഡോക്ടറെ അടുക്ക പോയിട്ട് പ്രഷർ നോക്കുകയാണെങ്കിൽ ഒരിക്കലും ഒരു വാല്യൂ അല്ല അവർ നോക്കുക, രണ്ടും നോക്കും അല്ലേ. 120/80 mmHg എന്നൊക്കെയാണ് നമ്മൾ എഴുതിയിട്ട് കാണാറുള്ളത്. ഇതാണ് നമ്മൾ ഒരു നോർമൽ പ്രഷർ എന്ന് പറഞ്ഞാൽ 120/80 mmHg ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് സിസ്റ്റോളിക് പ്രഷറും ഡയസ്റ്റോളിക് പ്രഷറും. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ പറഞ്ഞു ബ്ലഡ് പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി ദ നോർമൽ ബ്ലഡ് പ്രഷർ ഓഫ് എ ഹെൽത്തി പേഴ്സൺ 120/80 mmHg ആണ്. ബ്ലഡ് പ്രഷർ റൈസിങ് അബോവ് ദിസ് ലെവൽ, അതായത് 120ക്ക് കൂടുതൽ 130 140 ഒക്കെ ആയിക്കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് അയാൾക്ക് ഹൈപ്പർ ടെൻഷനാണ് അല്ലേ, പ്രഷർ കൂടിയിരിക്കുകയാണെന്ന് പറയാം. ഇനി 120ക്ക് കുറവാണ് 80ക്കൊക്കെ കുറവാണെങ്കിൽ ദാറ്റ് മീൻസ് അയാൾക്ക് ബ്ലഡ് പ്രഷർ കുറവാണ്, അയാൾക്ക് ഹൈപ്പോ ടെൻഷനാണെന്ന് പറയാം. അപ്പോൾ ഇതിനെ നോക്കുന്ന ഒരു അപ്പാരറ്റസ് ആണ് ഡിജിറ്റൽ BP അപ്പാരറ്റസും അതേപോലെ സ്ഫിഗ്മോ മാനോമീറ്ററും. ഓക്കെ, ഇനി നമുക്ക് ഇത്ര നേരം നമ്മൾ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ആനിമൽസിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിൽ, ഇനി നമുക്ക് നോക്കേണ്ടത് നമ്മുടെ പ്ലാന്റ്സിൻ്റെ ട്രാൻസ്പോർട്ടേഷനാണ്. പ്ലാന്റ്സിൻ്റെ ട്രാൻസ്പോർട്ടേഷനിൽ നമുക്കറിയാം, പ്ലാന്റ്സിൻ്റെ കേസിൽ മെയിൻലി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് പ്ലാന്റ്സിലേക്ക് വാട്ടർ മിനറൽസും ഒബ്റ്റെയിൻ ചെയ്യുന്നത് സോയിലിൽ നിന്ന് കൊണ്ടുപോകുന്നത് സൈലം വെസലുകളാണ്. അതേപോലെ നമ്മുടെ പ്ലാന്റ്സ് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് ഫോട്ടോസിന്തസിസ് വഴി ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് അത് നമ്മുടെ പ്ലാന്റ്സിൻ്റെ ഡിഫറെൻറ്റ് ബോഡി പാർട്സിലേക്ക് എത്തിക്കുന്നത് ഫ്ലോയം വെസലും കൂടിയാണ് അല്ലേ. അപ്പോൾ സൈലം ഫ്ലോയും എന്താണെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, വാസ്കുലർ ടിഷ്യൂസ് ആണെന്നും അറിയാം. ഇനി ഇവിടെ നമ്മൾ ഈ ചാപ്റ്ററിൽ നമുക്ക് മെയിനായിട്ട് പഠിക്കേണ്ടത് 1 റൂട്ട് പ്രഷറാണ്, 2 ട്രാൻസ്പിറേഷൻ പുള്ളാണ്. എന്താണ് ഈ റൂട്ട് പ്രഷർ? അതിനു മുമ്പ് നമുക്ക് സൈലം വെസലിൽ ആരൊക്കെയാണെന്ന് നോക്കാം. ട്രക്കീഡും വെസലാണ് സൈലത്തിലുള്ളത്, ഫ്ലോയത്തിൽ സീവ് ട്യൂബും കമ്പാനിയൻ സെല്ലാണ്. ഇത് ജസ്റ്റ് ഇതൊരു ഇൻഫർമേഷന് വേണ്ടിയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. സൈലം വെസലിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, ഇവിടെ ഒരു ക്രോസ് വാളും കാര്യങ്ങളൊന്നുമില്ല, നല്ല എന്താ പറയുക ഇവിടെ ഓപ്പൺ ആയിട്ടുള്ളൊരു സ്ട്രക്ചറാണ്. പക്ഷേ സീവ് ട്യൂബിൽ ഫുഡ് കൊണ്ടുപോകുന്നത് ബോഡി പാർട്സിലേക്ക് പ്ലാന്റിൻ്റെ എത്തിക്കുന്നത് സീവ് ട്യൂബാണ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് കമ്പാനിയൻ സെല്ലാണ്. അപ്പോൾ ഇവിടെ നോക്കി നിങ്ങൾ, അവിടെ ക്രോസ് വാളുകൾ പ്രസൻ്റ് ആണ്, ആ ക്രോസ് വാളിലൊക്കെ പോർസ് ആർ പ്രസൻ്റ് ആണ് അല്ലേ. അപ്പോൾ ഇതിലൂടെയാണ് ഫുഡുകൾ എന്ത് ചെയ്യുക പ്ലാന്റ്സിൻ്റെ എല്ലാ പാർട്സിലേക്കും എൻട്രി ചെയ്യുക. ഓക്കെ, ഇത് ജസ്റ്റ് ഒരു ഇൻഫർമേഷന് വേണ്ടിയിട്ട് കൊടുത്തു എന്ന് മാത്രം ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ട്രാൻസ്പിറേഷൻ പുള്ളും പഠിക്കണം, അതേപോലെ തന്നെ റൂട്ട് പ്രഷറും പഠിക്കണം. നമുക്കറിയാം നമ്മുടെ പ്ലാന്റിന് ആവശ്യമായിട്ടുള്ള വാട്ടർ മിനറൽസ് ഒക്കെ റൂട്ടിലൂടെയാണ് എൻട്രി ചെയ്യുന്നതെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ റൂട്ട്സിൽ നമുക്കറിയാം ഒരുപാട് മോളിക്യൂൾസ് ഉണ്ടാവും, അതിൽ അയേൺ മോളിക്യൂൾസ് എന്ത് ചെയ്യും നമ്മുടെ റൂട്ടിലേക്ക് എൻട്രി ചെയ്യും അല്ലേ. എൻട്രി ചെയ്യുന്ന സമയത്ത് നമ്മൾ വാട്ടർ ഇവിടെ റൂട്ടിൽ ഒഴിക്കുന്ന സമയത്ത് നമ്മൾ വാട്ടർ കാണുന്നത് എന്താ, അയേൺ മോളിക്യൂൾസിൻ്റെ കോൺസെൻട്രേഷൻ റൂട്ടിൽ ഒരുപാട് അയേൺ മോളിക്യൂൾസ് റൂട്ടിലുണ്ട്. അപ്പോൾ വെള്ളത്തിൻ്റെ പ്രത്യേകതയാണ് ഓസ്മോസിസ്. ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ എന്താ, ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലേക്ക് വെള്ളത്തിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ ആണ് എന്ത് ഓസ്മോസിസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ വെള്ളം എന്ത് ചെയ്യുന്നറിയോ, ഇവിടെ നോക്കുമ്പോൾ അയേണിൻ്റെ മോളിക്യൂൾസുകൾ ഒരുപാട് കാണും, വെള്ളത്തിൻ്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞിട്ട് കാണും. വെള്ളം എന്ത് ചെയ്യും, ഓടിപ്പോവാണ് അല്ലേ. അവിടെ അയേണിൻ്റെ കോൺസെൻട്രേഷൻ കൂടിയെടുത്ത്
എന്ത് ചെയ്യാണ്, വാട്ടർ ഓടിപ്പോവാണ്, വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് ഓടിപ്പോവാണ്. ഓക്കെ, അങ്ങനെ പോയി എന്താണ് വാട്ടർ മോളിക്യൂൾസിൻ്റെ കോൺസെൻട്രേഷൻ ഇവിടെ കൂടി അല്ലേ. അപ്പോൾ ഇങ്ങനെ വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ എവിടെയൊക്കെയാണോ കുറവുള്ളത് അവിടെയൊക്കെ എന്താണ് വാട്ടർ പോകും. ഓസ്മോസിസ് എന്ന പ്രോസസ്സിലൂടെ പോകുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, റൂട്ട് പ്രഷർ അല്ലേ. അപ്പോൾ അവിടെ ഒരു പ്രഷർ കൊടുക്കുന്നുണ്ട്. അവിടെ അയേൺ മോളിക്യൂൾസിൻ്റെ കൂടെ തന്നെ വാട്ടർ മോളിക്യൂൾസ് എന്ത് ചെയ്യും, ഇങ്ങനെ മുകളിലോട്ട് ലീഫിലോട്ട് എൻ്റർ ചെയ്യും. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, റൂട്ട് പ്രഷർ എന്ന് വിളിക്കുക അല്ലേ. അപ്പോൾ അതേപോലെ തന്നെ പിന്നെ ഉള്ളതാണ് ട്രാൻസ്പിറേഷൻ പുള്ള് എന്ന് പറഞ്ഞാൽ. എന്താണ് ഈ ട്രാൻസ്പിറേഷൻ പുള്ള്? നമുക്കറിയാം ട്രാൻസ്പിറേഷൻ എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. എന്താണ് ട്രാൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ലീഫിൽ ലോസ് ചെയ്യുക, വെള്ളത്തിൻ്റെ അളവ് ലോസ് ചെയ്യുക, നഷ്ടപ്പെടുക അല്ലേ. അതായത് നമ്മുടെ ഇതൊരു പ്ലാന്റ് ആണെന്ന് വിചാരിക്കുക, ഈ ഒരു പ്ലാന്റിൽ ഇവിടെ ലീഫിൽ വെള്ളം നഷ്ടപ്പെടുകയാണ്, വെള്ളം കുറയാണ് അല്ലേ. അപ്പോൾ ട്രാൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ലോസ് ഓഫ് വാട്ടർ ത്രൂ സ്റ്റൊമാറ്റ ഇൻ ദ ഫോം ഓഫ് വേപ്പർ, അതാണ് ട്രാൻസ്പിറേഷൻ. അപ്പോൾ എന്ത് ചെയ്യാണ്, വെള്ളം നഷ്ടപ്പെടുന്നതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും, ഇവിടെ സൈലം വെസൽ ഇങ്ങനെ വെള്ളത്തിനെ കൊടുത്തോണ്ടേയിരിക്കും അല്ലേ. അപ്പോൾ ഇങ്ങനെ വെള്ളത്തിനെ താഴെ നിന്ന് മുകളിലേക്ക് ഇങ്ങനെ വലിച്ച് ഇങ്ങനെ കൊടുക്കുക അല്ലേ. അതായത് ഇങ്ങനെ കൊടുക്കുക, മുകളിൽ ആദ്യത്തെ ആൾക്ക് കൊടുക്കുമ്പോൾ രണ്ടാമത്തെ ഇവിടെ വെള്ളം ലോസാവും, വീണ്ടും അടുത്ത ആളിൽ നിന്ന് വെള്ളം വാങ്ങിക്കും, പിന്നെ അടുത്ത ആളിൽ നിന്ന് വെള്ളം വാങ്ങിക്കും, ഇങ്ങനെ നമ്മുടെ റൂട്ടിലേക്ക് എന്തുണ്ടാവും, ഒരു വലിവുണ്ടാവും. വെള്ളത്തിന് വേണ്ടിയിട്ട് റൂട്ടിലേക്ക് ഒരു വലിവുണ്ടാവും, ഒരു പുള്ളുണ്ടാവും. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ട്രാൻസ്പിറേഷൻ പുള്ള് എന്ന് വിളിക്കുക. ഓക്കെ, അപ്പോൾ ട്രാൻസ്പോർട്ട് ഓഫ് ഇനി നമ്മൾ പഠിക്കുന്നത് ട്രാൻസ്ലൊക്കേഷൻ ആണ്. എന്താണ് ട്രാൻസ്ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഫോട്ടോസിന്തസിസ് വഴി ഫുഡ് ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ട്രാൻസ്ലൊക്കേഷൻ. അപ്പോൾ നമുക്കറിയാം നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കി എന്ത് ചെയ്യാണ്, നമ്മൾ പ്ലാന്റിൽ നിന്ന് പ്ലാന്റിൻ്റെ ഡിഫറെൻറ്റ് ബോഡി പാർട്സിലേക്ക് എത്തിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഗ്ലൂക്കോസിനെ സുക്രോസ് ആക്കി മാറ്റും. ഗ്ലൂക്കോസിനെ കൺവേർട്ടഡ് ഇൻ ടു സുക്രോസ് എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസിനേക്കാളും കുറച്ചും കൂടി ചെറിയ മോളിക്യൂൾസ് ആക്കി മാറ്റുന്നതിനെയാണ് സുക്രോസ് എന്ന് പറയുക. അപ്പോൾ സുക്രോസ് ആണ് കൊണ്ടുപോകാൻ എളുപ്പം. അങ്ങനെ സുക്രോസിൻ്റെ ഫോമിലാണ് പ്ലാന്റ്സിൻ്റെ സീവ് ട്യൂബ് വഴി പ്ലാന്റ്സിൻ്റെ ഡിഫറെൻറ്റ് പാർട്സിലേക്ക് എന്ത് ചെയ്യുക, ഫുഡിനെ എത്തിക്കുക അല്ലേ, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ആ സമയത്തും സുക്രോസ് പോകുന്നതിനനുസരിച്ച് വേറെ ആരും കൂടി പോകും, വെള്ളത്തിൻ്റെ മോളിക്യൂൾസും കൂടി കയറും. അങ്ങനെ സുക്രോസ് പോകുന്നതിനനുസരിച്ച് അതിൻ്റെ കൂടെ സീവ് ട്യൂബിലൂടെ എന്ത് ചെയ്യും, വാട്ടർ മോളിക്യൂൾസും പോകും. അവിടെ ഒരു ടൈഗർ പ്രഷർ ഉണ്ട്, ആ ഒരു പ്രഷറിലൂടെയാണ് ഇത് എന്ത് ചെയ്യുക, സുക്രോസ് എവിടെയൊക്കെയാണോ പ്ലാന്റ്സിൽ വേണ്ടത് എവിടെയൊക്കെ നമ്മുടെ എന്താണ് വാട്ടറും കൂടി സുക്രോസിൻ്റെ കൂടെ പോകും. ഇതാണ് നമ്മൾ ട്രാൻസ്ലൊക്കേഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് നമ്മുടെ ഈ ചാപ്റ്ററിൽ നമുക്ക് കവർ ചെയ്യാനുള്ളത്. നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ എന്ന പാർട്ട് ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സുക്രോസ്